അങ്ങനെ RCB സംബന്ധിച്ചിടത്തോളം ചെപ്പോക്ക് ഒരു ബാലികേറ മല തന്നെയായിരുന്നു. ആ ബാലികേറ മല എന്നതായാലും അവർ താണ്ടിയെന്ന് പറയേണ്ടിയിരിക്കും. അത് തകർക്കാൻ കഴിയാത്ത ഒരു കോട്ട കൊത്തളങ്ങളും ഇല്ലെന്നാണ് കാലങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തായാലും ആ കോട്ട കൊത്തളം എന്തായാലും ഇന്ന് RCB തകർത്തു. അത് പരിശോധിക്കുമ്പോൾ 2008 RCB ചെപ്പോക്കിൽ ജയിക്കുന്നത് ഏകദേശം 14 റൺസിന്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അന്ന് റീൽസ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഒന്നും അത്രമാത്രം എക്സിസ്റ്റ് ആയിട്ടില്ലാത്ത ഒരു കാലമാണ്. ഏകദേശം പെട്രോളിന് 50 രൂപ കിട്ടുന്ന സമയത്താണ് പരാജയപ്പെടുത്തുന്നത് ചെന്നൈയെ ചെപ്കോക്കിൽ പോയിട്ട്. ഏകദേശം 17 വർഷം വേണ്ടി വന്നു ആ ചെപ്കോക്കിൽ RCBക്ക് ഒന്ന് ജയിക്കാൻ. അന്ന് ടീമിന്റെ ഭാഗമായിരുന്ന വിരാട് കോഹ്ലി ഇന്ന് ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. പലരും വന്നു പോയി ചെയ്തുവെങ്കിലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കൊരു മധുര പ്രതികാരം തന്നെയായിരുന്നു. പ്രാവശ്യം ആ ചരിത്രം രചിക്കപ്പെടും എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും ആ ചരിത്രം രചിക്കാൻ പുതിയൊരു ക്യാപ്റ്റൻ വരേണ്ടി വന്നു. CSKയുടെ ബാറ്റിങ്ങിനെ തന്നെ അവർ എക്സ്പോസ് ചെയ്തു. ബോസ്, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. രച്ചിൻ രവീന്ദ്രയും രുദ്രാജ് ഗൈക്വാഡും പോയി കഴിഞ്ഞാൽ ബോസ്, നിങ്ങളുടെ ടീം ഇത്രയേ ഉള്ളൂ. ഒരു 200 റൺസ് ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ CSK നിങ്ങൾ വേർക്കും, നല്ലതുപോലെ വേർക്കുമെന്ന് എന്തായാലും CSK പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നോക്കണം, രച്ചിൻ രവീന്ദ്രയും രുദ്രാജ് ഗൈക്വാഡിന്റെ വിക്കറ്റ് തുടക്കത്തിലോ അല്ലെങ്കിൽ ഏകദേശം 6, 8, 10 ഓവറിനകത്ത് വെച്ച് പോവുകയാണെങ്കിൽ ടീമിന്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കും. എല്ലാവരും പറയും മുംബൈക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ വളരെ മോശമായിട്ട് ബാറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മലയാളി ചെറുക്കൻ വന്ന് കറക്കി വീഴ്ത്തി ഒരു 20-25 റൺസ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആ മാച്ച് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേണ്ടി വന്നത്. രാഹുൽ ത്രിപാഠിയുടെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് രാഹുൽ ത്രിപാഠിയെ ഏത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പണിംഗ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ രച്ചിൻ രവീന്ദ്ര നമുക്കറിയാം, പുള്ളി ഒരു അഗ്രസീവ് ക്രിക്കറ്റർ ഒന്നുമല്ല. പുള്ളി ഒരു ഹങ്കർ ക്രിക്കറ്ററൊക്കെ തന്നെയാണ്. വലിയ രീതിയിലൊന്നും സ്കോർ ബോർഡിനെ മൂവ് ചെയ്യാനോ വലിയ സ്ട്രൈക്ക് റേറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ പുള്ളിക്കും കഴിയാറില്ല. ഓൾ ദ റെസ്പെക്ട് പറയുകയാണെങ്കിൽ രാഹുൽ ത്രിപാഠി എന്നൊരു പ്ലെയർ ടീമിനൊരു ബേഡൻ തന്നെയാണ്. അവർക്ക് ഈ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യണമെങ്കിൽ എനിക്കൊന്നു കോൺവേ ടീമിനൊപ്പം ചേർക്കുക. സാം കരൻ 4 പേരെ കളിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ സാം കരൻ അല്ലെങ്കിൽ നൂർ അഹമ്മദിന്റെ കറന്റ് ഫോം വെച്ചിട്ട് നൂർ അഹമ്മദിനെ പുറത്താക്കാൻ കഴിയില്ല. സാം കരനെ നോക്കി ബാറ്റിങ്ങിലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ബോളിങ്ങിലും മോശം പ്രകടനം. സാം കരനെ പുറത്താക്കുക, കോൺവേ കൊണ്ടുവരിക. ഓപ്പണിംഗ് രച്ചിൻ രവീന്ദ്രനെയും കോൺവേയും പരീക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോഴും മാച്ച് കയ്യിൽ പോയിട്ടില്ല, ഒരു മത്സരം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനിയും ചെന്നൈയിൽ ഇവർക്ക് മത്സരങ്ങളുണ്ട്. ഏകദേശം ഒരു ടീമിന് 7 മത്സരങ്ങളോളം ഉണ്ടല്ലോ അവരുടെ ഹോം ഗ്രൗണ്ട്. ഒരു 5 മത്സരത്തോളം ഉണ്ട്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ചില മാറ്റങ്ങൾ വേണ്ടി വരുന്നു. 2023 ധോണി മനസ്സിലാക്കേണ്ടത്, ചെന്നൈ ടീം മനസ്സിലാക്കേണ്ടത് ആ ഒരു ക്രിക്കറ്റിന്റെ ശൈലി തന്നെ മാറി. ഒരു മോഡേൺ ക്രിക്കറ്റിലോട്ട് പോയി. നമ്മൾ 8 വരെ ബാറ്റർമാരെ വേണം അല്ലെങ്കിൽ ഓൾറൗണ്ടർമാരെ ടീമിൽ വേണമെന്ന് വിചാരിച്ചാൽ ആ ക്രിക്കറ്റിന്റെ ഒരു ഘടനയെ മാറി. ഇപ്പോഴത്തെ മോഡേൺ ഡേ ക്രിക്കറ്റിൽ പറ്റിയ ഒരു ടീം ആണോ CSKയുടെ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നോക്കുമ്പോൾ ദീപക് ഹുഡയുടെ 24-25 ആവറേജ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പരിശോധിക്കുമ്പോഴത്തേന് ഏകദേശം 25 റൺസിന്റെ ആവറേജ് മാത്രമുള്ള ഒരു പ്ലെയർ ആണ് സാം കരൻ. ഇപ്പൊ ടീമിനകത്ത് പോലും ഇല്ല, ഇംഗ്ലണ്ടിന്റെ ടീമിൽ പോലും ഇല്ലാത്ത ഒരു പ്ലെയർ ആണ് സാം കരൻ. എന്നാൽ ഓട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുന്ന ഒരു നല്ലൊരു ഓൾറൗണ്ടർ ആണ്. ഇന്ത്യക്കെതിരെ നടന്ന സീരീസിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഓട്ടനായി. ദുബെ എത്രമാത്രം കളിക്കാൻ കഴിയും? ഇന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു. അത്രമാത്രം പുള്ളിക്ക് കളിക്കാൻ കഴിയും. രവീന്ദ്ര ഏകദേശം 35 വയസ്സ് കഴിഞ്ഞ ഒരു പ്ലെയർ ആണ്. ഇന്ന് ബോളിംഗ് പരിശോധിക്കുവാണെങ്കിലോ 3 ഓവറാണ് കൊടുത്തത്. പെർഫോമൻസ് നോക്കുമെങ്കിൽ വളരെ മോശം. അശ്വിൻ ഓൾറൗണ്ടർ ആയിട്ട് കണക്കാക്കാൻ കഴിയും. നോക്കുവാണെങ്കിൽ അവരുടെ മെയിൻ പ്ലെയർ ധോണി വരുന്നത് 15ാമത്തെ ഓവറിൽ. ഏകദേശം മാച്ച് കയ്യിൽ നിന്ന് പോയി. രവീന്ദ്ര അവിടെ നിൽപ്പുണ്ട്, രവീന്ദ്ര ജഡേജ അവിടെ നിൽപ്പുണ്ട്. ആ സ്ഥാനത്തേക്ക് ധോണി 9ാം നമ്പർ വരുന്നു. എല്ലാവരും വിചാരിച്ചു ഇനി നൂർ അഹമ്മദിന് ശേഷമേ വരത്തുള്ളൂ. പുള്ളിയുടെ ഇന്നത്തെ സ്റ്റംപിങ് കണ്ടിട്ട്, ഇന്നത്തെ സ്റ്റംപിങ്ങും മുംബൈക്കെതിരെയുള്ള സൂര്യകുമാറിനെ ഔട്ടാക്കിയത്, ഇന്ന് ലിവിൻസ്റ്റനെ ഔട്ടാക്കിയ സ്റ്റംപിങ് കണ്ടപ്പോഴത്തേന് പുള്ളിക്ക് എന്തിന്റെ കുഴപ്പമാണുള്ളത്? അങ്ങനെ ഒരു സ്റ്റംപിങ് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിക്കറ്റ് കീപ്പർമാരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് സ്റ്റംപ് ചെയ്യാൻ കഴിയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ധോണിക്ക് CSK വേണമോ, CSKക്ക് ധോണിയെ വേണമോ? കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ ഒരു വിക്കറ്റ് കീപ്പറാക്കി നോക്കുവാണെങ്കിൽ ഒരു ബഞ്ച് വേദി എന്ന് പറഞ്ഞ ഒരു യങ്സ്റ്റർ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. നല്ലൊരു വിക്കറ്റ് കീപ്പറാണ്. എന്നാൽ ധോണി വരുന്നു, 16 ബോളിൽ നിന്ന് 30 റൺസ് എടുക്കുന്നു. എന്നാൽ ഈ ഒരു പെർഫോമൻസ് നമ്പർ 6 നമ്പർ 7 വന്ന് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഇമ്പാക്ട് ടീമിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയത്തില്ലായിരുന്നു. റേറ്റിൽ എങ്കിലും ആ ഒരു പ്രശ്നം വരാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ. എന്നാൽ അറിയില്ല, ആ ടീമിനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം അവരുടെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ടീമുമായിട്ട് എത്രമാത്രം ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളത്. ബെഞ്ച് പരിശോധിക്കുമ്പോഴായാലും ഇനി നോക്കുന്നത് ശങ്കർ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ഓട്ടനുണ്ട്. ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ നേഴ്സിനെ ഈ പ്രാവശ്യം അവർ സെലക്ട് ചെയ്തില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. നൂർ അഹമ്മദിനെ ടീമിലേക്ക് കൊണ്ടുവന്നു, ഒരു വലിയ 10 കോടി രൂപ കൊടുത്തു. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ഒരു ഗോൾ എടുത്തത് അവർ. ബാക്കിയുള്ളത് ഇവരുടെ പ്ലേയേഴ്സുമായിട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഗൈക്വാട്ടും രച്ചിൻ രവീന്ദ്രയും ഒക്കെ നേരത്തെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ ടീം വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസപ്പെടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവരുടെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ. ഇവരുടെ ബോളിംഗ് പരിശോധിക്കുവാണെങ്കിൽ നമ്മൾ അശ്വിനും രവീന്ദ്ര ജഡേജയും നൂർ അഹമ്മദും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു 12 ഓവർ ഇവർക്ക് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും 4 ഓവർ വെച്ച് ചെയ്യാൻ കഴിയും. എന്നാൽ അശ്വിൻ ചെയ്തേക്കുന്ന 2 ഓവർ 22 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുക്കുന്നു. രവീന്ദ്ര ജഡേജ 3 ഓവറിൽ 37 റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. നല്ല ഒരു പെർഫോമൻസ് നൂർ അഹമ്മദ് കാഴ്ചവെച്ചു. 4 ഓവറിൽ 36 റൺസ് വിട്ടുകൊടുത്ത് 3 ഇമ്പോർട്ടന്റ് വിക്കറ്റ് നൂർ അഹമ്മദിന് നേടാനായി. നോക്കുമെങ്കിൽ ഇവര് രണ്ടും കൂടെ ചേർന്ന് 5 ഓവറാണ് ചെയ്തത്. 5 ഓവറിൽ ചെയ്ത് 1 വിക്കറ്റാണ് കിട്ടിയത്. ഏകദേശം 12 ഓവർ പോലും ഇവരെ കൊണ്ട് ഒരു 4 ഓവർ പോലും കംപ്ലീറ്റ് ചെയ്യിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഇങ്ങനെ അവരുടെ പ്രത്യേകിച്ച് രവീന്ദ്ര ജഡേജ ചെന്നൈക്ക് വേണ്ടി വർഷങ്ങളായിട്ട് കളിക്കുന്നത്, പുള്ളിക്ക് ആ പിച്ചിനെ അറിയാം. അശ്വിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലോക്കൽ ബോയ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിക്കറ്റ് കിട്ടുന്നില്ല. ഏത് രീതിയിൽ ഇവർക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിയും? ഈ 2 സ്പിന്നർമാർ, അവരുടെ മെയിൻ സ്പിന്നർമാര് അവരുടെ പോലുള്ള സ്പിൻ പിച്ചിൽ വിക്കറ്റ് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ വളരെ പ്രയാസം തന്നെയാണ് മുമ്പോട്ട് വന്ന കാര്യം. നൂർ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും 10 കോടി രൂപ മുടക്കിയത് എന്തായാലും വെറുതെ ആയില്ല. പർപ്പിൾ ക്യാപ്പ് ഹോൾഡറും കൂടെ ആയി. ഏകദേശം 7 വിക്കറ്റോളം എടുത്ത് ഷാദുൽ താക്കൂറിനെ പുറകിലാക്കി. എന്തായാലും പർപ്പിൾ ക്യാപ്പ് വാങ്ങിയെടുത്തു. എന്തായാലും നല്ല പെർഫോമൻസ്, നല്ല വിധത്തിലൊക്കെ ബോൾ ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. ഇന്നത്തെ RCBയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാറും ജോഷൽ ഹേസൽവുഡും ടെസ്റ്റ് ലൈനിൽ ബോൾ ചെയ്യുമെന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്നാ ബോളിംഗ് ആയിരുന്നു. ടെസ്റ്റ് ആണെന്ന് വിചാരിച്ചു പോയി തുടക്കത്തിൽ കണ്ടപ്പെടുത്തി. സ്ലിപ്പിനെ ഇടുന്നു, സെക്കൻഡ് സ്ലിപ്പിനെ ഇടുന്നു, മനോഹരമായിട്ട് ഹേസൽവുഡ് ബോൾ ചെയ്യുന്നു. എക്കണോമി പരിശോധിക്കുമ്പോൾ 5.25 എക്കോണമിയാണ് ഹേസൽവുഡിനുള്ളത്. ഭുവനേശ്വർ കുമാറിന്റെ നോക്കുകയാണെങ്കിൽ 6.67 എക്കോണമിയിൽ ബോൾ ചെയ്യുന്നു. മനോഹരമായിട്ട് രണ്ടുപേരും നല്ല ടെസ്റ്റ് ലൈനിൽ ബോൾ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. RCBയുടെ ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കാം. സാൾട്ട് നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. ഏകദേശം 16 ബോളിൽ 32 റൺ എടുക്കുന്നു. അടിച്ച് തന്നെ കളിക്കുന്നു. വരുന്ന അജണ്ട വളരെ വ്യക്തമായിരുന്നു. വരുക സ്പിന്നർമാരെ ആയാലും ഫാസ്റ്റ് ബോളർമാരെ ആയാലും അടിച്ച് കളിക്കുക. വിരാട് കോഹ്ലി ഇന്നൊരു ഹങ്കർ ഇന്നിങ്സ് ആണ് കളിച്ചത്. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ തന്റെ ഒരു ബെസ്റ്റ് ഇന്നിങ്സ് അല്ല കാഴ്ചവെച്ചെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 30 ബോളിൽ 31 റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അത്രയുടെ ഒരു ബോൾ വന്ന് തലയ്ക്ക് കൊള്ളുകയും ചെയ്തു. പിന്നെ അടുത്ത ബോൾ 6 അടിച്ചു. വലിയ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ നൂർ അഹമ്മദിന്റെ ബോളിൽ അനാവശ്യ ഒരു ഷോട്ടിന് മുതിർന്ന് ഔട്ടായെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ നമ്പർ 3 ദേവ് പടിക്കലിനോട് കൊടുത്ത മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു. നീ പോകുക, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കുക. അതേപോലെ തന്നെ വരുന്നു 14 ബോളിൽ 27 റൺസ് എടുക്കുന്നു. 2 4 2 6 അടിച്ച് മനോഹരമായ ഒരു ഇന്നിങ്സ് ദേവ് പടിക്കലിനും കാഴ്ചവെക്കാൻ കഴിഞ്ഞു. കിട്ടിയ മെസ്സേജ് പ്രകാരം ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കാനായിരുന്നു. ആ ഒരു അറ്റാക്കിംഗ് വന്ന് കാഴ്ചവെച്ചു. നല്ലൊരു പെർഫോമൻസ്. ഏകദേശം നോക്കുകയാണെങ്കിൽ 130 120 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് ദേവ് പടിക്കൽ. നമുക്കറിയാം അത്രമാത്രം 20-ൽ അത്രമാത്രം എഫക്റ്റീവ് അല്ല. എന്നാൽ പുള്ളിക്ക് കിട്ടിയ മെസ്സേജ് പ്രകാരം പുള്ളി ഒരു നല്ലൊരു അറ്റംപ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവരുടെ ക്യാപ്റ്റൻ 17 റൺസിൽ ക്യാച്ച് കൊണ്ട് കളഞ്ഞു. പിന്നെ 2 ചാൻസ് അത്ര ഈസി അല്ലായിരുന്നു കൊണ്ട് കളഞ്ഞു. എന്നാൽ ടീമിനെ ഒരു ഭേദപ്പെട്ട റൺസിലോട്ട് ഒരു 51 റൺസ് എടുക്കാൻ പുള്ളിക്കും കഴിഞ്ഞു. നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ടിം ഡേവിഡ് അവസാനത്തെ ഓവറിൽ 3 6 സാം കരനെ അക്കരെ പറപ്പിച്ച് സ്കോർ 190 കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. നല്ല പ്രിപ്പയർഡ് ആയിരുന്നു RCBയെ സംബന്ധിച്ചിടത്തോളം. അവർ നല്ല വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അന്ന് കളിച്ചു. റൺ റേറ്റ് വിക്കറ്റ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, എങ്ങനെ പോയാലും 200 റൺസിന് മേളിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ ചെപ്പ് ബോക്കിലെ സംബന്ധിച്ചിടത്തോളം 170 മേളിലുള്ളത് എന്തായാലും നല്ല സ്കോറാണ്. അവർക്ക് ആ ഒരു വിക്കറ്റ് പോയാലും സാരമില്ല, റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലൊരു മോഡേൺ ഡേ ക്രിക്കറ്റ് തന്നെ കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് കാഴ്ചവെക്കാൻ എന്നാലും അവർക്കായി. ഇവിടെ ബോളിംഗ് പരിശോധിക്കുമ്പോൾ സൂപ്പർ പെർഫോമൻസ്. ഭുവനേശ്വർ കുമാർ 1 വിക്കറ്റ് എടുക്കുന്നു. ജയ്സൽവുഡിന് 3 വിക്കറ്റ് കിട്ടുന്നു. യേശ് ദയാലിന് 2 വിക്കറ്റ് കിട്ടുന്നു. ലിവിൻസ്റ്റൺ 2 വിക്കറ്റ് എടുക്കുന്നു. കൃണാൽ പാണ്ഡ്യയ്ക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്പിൻ പിച്ചിൽ അവർ ആവശ്യം വേണ്ടി വന്നില്ല. ഫാസ്റ്റ് ബോളർമാരും പാർട്ട് ടൈം ബോളറായ ലിവിൻസ്റ്റൺ കാര്യം ഏകദേശം നടത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ടോസ് കിട്ടിയ ചെന്നൈ അവരെന്തായാലും ബാറ്റിങ്ങിന് അയച്ചു. സ്പിന്നർമാരിൽ അവർ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു. ഇവർ വിക്കറ്റ് എടുക്കും, ഒരു 150-160
റൺസിൽ ഒതുക്കാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ചെന്നൈയുടെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു രച്ചിൻ രവീന്ദ്രയും MS ധോണി ഒരു 30 റൺസ് എടുക്കുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ വരുന്നു പോകുന്നു. ആർക്കും ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അന്ന ബോൾ വരും നോക്കിയിരുന്നു. വിക്കറ്റും പോയി, അവസാനം ഓവറും തീർന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതൊന്നും അടുത്ത കളിയിൽ അറിയില്ല, ഇവര് ടീം മെമ്പേഴ്സിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ടീമാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ അടുത്ത കളിയിൽ രാഹുൽ ത്രിപാഠിയെ മാറ്റി കോൺവേ ഇവർ പരീക്ഷിക്കുകയോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ചാൻസ് ഉണ്ട്. ഇവരുടെ ഹോം ഗ്രൗണ്ടിൽ ഇവര് പുലികൾ തന്നെയാണ്. ഇതാവശ്യം തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ടീമാണ്. പക്ഷേ രണ്ട് ഫോമും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോഴത്തേന് അറിയില്ല. എന്തായാലും RCBക്ക് എല്ലാവിധ ആശംസകളും. നല്ല വിജയത്തോടെ 2 മത്സരങ്ങൾ വിജയത്തോടെ തുടങ്ങി. പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ RCB 2 കളി കളിച്ചു, 2 കളിയിലും ജയിക്കുന്നു. CSK 7ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു.